ഇത് 3-4 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു ഓർക്കിഡ് പ്ലാന്റ് ആണ്. എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ 1.5 വർഷമായി ഇതിന് വേണ്ട കെയറും അതിന് വേണ്ട NPKയും ഫെർട്ടിലൈസേഴ്സും ഒന്നും കിട്ടാതെ ചെറിയതായി ഒന്ന് നശിച്ചു പോകുന്നൊരവസ്ഥ എത്തി. ഇനി നമുക്ക് ഇപ്പോൾ അത് റീപോർട്ട് ചെയ്യാം. നമുക്കപ്പോൾ ഈ ഓർക്കിഡ് കുട്ടന് പഴയ പോട്ടിൽ നിന്നും പുതിയ പോട്ടിലേക്കാക്കി ഒരു ഫ്രഷ് ലൈഫ് കൊടുക്കാം അല്ലേ? ഈ ഓർക്കിഡിൻ്റെ പഴയ പിക്ക് ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പഴയതും ഇപ്പോഴത്തെയും വ്യത്യാസം. ശ്രദ്ധിക്കാത്തത് കൊണ്ട് നല്ല രീതിയിൽ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് സെറ്റാക്കി എടുക്കാം. ഈ ഓർക്കിഡൊക്കെ റീപോർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫ്ലവേഴ്സൊക്കെ വന്ന് പോയി കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു റെസ്റ്റ് എടുക്കുന്ന ടൈമുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. നമുക്കപ്പം ആദ്യം ഈ പഴയ പോട്ടിൽ നിന്നും ചെടിക്കൊരു മോചനം നൽകാം അല്ലേ? 3-4 വർഷം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ ദ്രവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പോട്ടിൽ നിന്നും പ്ലാന്റിനെ പുറത്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം, പുതിയ വേരുകൾക്കൊന്നും സംഭവിക്കരുത്. അതിൽ നിന്നും ഓർക്കിഡിനെ നമ്മൾ പുറത്തെടുത്ത ശേഷം അതിൻ്റെ പഴയ വേരും പുതിയ വേരും നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതിനായി പുതിയ വേരുകൾക്കൊരു ഗ്രീൻ കളറ്, ഈ ഇതിൽ കാണുന്നത് പോലെ ആ ഒരു ഗ്രീൻ കളറ്, വൈറ്റും ഗ്രീനും കൂടെ ചേർന്നൊരു കളറ് ഉള്ളതാണ് പുതിയ വേരുകൾ. പഴയ വേരുകൾ ബ്രൗണും ബ്ലാക്കും കൂടെ ചേർന്നിട്ടൊരു കളറിലായിരിക്കും കാണുന്നത്. അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിൽ പിടിച്ചു നോക്കുമ്പം, നമ്മൾ തൊട്ട് നോക്കുമ്പം അതിനൊരു അകത്തൊരു നൂല് പോലൊരു സാധനം കാണും. പുറത്ത് തൊലി പോലെ മാത്രമേ ഉള്ളൂ, സോഫ്റ്റ് ആയിരിക്കും, അങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള പഴയ റൂട്ടുകൾ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കട്ട് ചെയ്യുന്ന പോട്ടിൽ നിന്ന് എടുത്ത ശേഷം അതിനുള്ളിലെ പഴയ പോട്ടിംഗ് മിക്സൊക്കെ നമ്മൾ മാറ്റി, ഫ്രഷ് ആയിട്ടുള്ളത് കൊടുക്കാനല്ലേ, അപ്പോൾ ഫുള്ള് മാറ്റി എന്തെങ്കിലും ചീയലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാഫിലൊന്ന് മുക്കി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാഫിൽ മുക്കുന്നില്ല. നിങ്ങളുടെ ഓർക്കിഡുകൾക്ക് അങ്ങനെ വല്ല ചീയൽ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാഫ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള റൂട്ടുകളെല്ലാം കട്ട് ചെയ്ത് നീക്കണം. അങ്ങനെ ചെയ്യുന്നത് ഓർക്കിഡിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പുതിയ റൂട്ട് ഉണ്ടാകാനും നല്ലതാണ്. പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഹോൾസ് ഉള്ള പോട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഓർക്കിഡ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ എയർ സർക്കുലേഷനും ഡ്രെയിനേജും ഒക്കെ സാധ്യമാകുന്ന രീതിയിൽ വേണം മിക്സ് തയ്യാറാക്കാൻ. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് തൊണ്ടാണ്. കേരം തെങ്ങും കേരള നാട്ടിൽ താമസിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തേങ്ങയില്ല എന്ന് പറയുന്നത് വളരെ മോശം പിടിച്ച കാര്യമാണ്. എങ്കിലും എൻ്റെ വീട്ടിൽ തേങ്ങയില്ലാത്തത് കൊണ്ട്, അതിൻ്റെ തൊണ്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ പുറത്ത് നേഴ്സറികളിൽ നിന്നാണ് പാക്കറ്റായിട്ടാണ് വാങ്ങാറ്. എന്നെപ്പോലെ തേങ്ങയുടെ തൊണ്ട് കിട്ടാൻ പാടുള്ള ആൾക്കാർക്ക് തൊട്ടടുത്തുള്ള നേഴ്സറികളിൽ ഇതേപോലെ പാക്കറ്റായിട്ട് കട്ട് ചെയ്ത തൊണ്ട് കിട്ടും. ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ തൊണ്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് പോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് ട്രീറ്റ് ചെയ്ത പാക്കറ്റിൽ വരുമ്പോൾ അത് ട്രീറ്റ് ചെയ്താണ് വരുന്നത്. അതിൽ നമുക്കിനി പ്രത്യേകിച്ച് സാഫോ അങ്ങനെയുള്ള ഒരു കാര്യവും മുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലെ തൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാഫിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. വേറെ ഫംഗസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഓർക്കിഡിനെ അത് ബാധിക്കത്തില്ല. ഇത് ട്രീറ്റഡ് ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇതാണ് മെയിൻ ഐറ്റം. തൊണ്ടിൽ എയർ ഫ്ലോ കൂട്ടാനും വാട്ടർ ഡ്രെയിൻ ചെയ്യാനും സഹായിക്കും. പിന്നെ വേണ്ടത് കരിക്കട്ടയാണ്. കരിക്കട്ട വാട്ടർ പ്യൂരിഫൈ ചെയ്യാനും റൂട്ടുകൾ നശിച്ചു പോകാതിരിക്കാനും പുതിയ റൂട്ടുകൾ വരാൻ സഹായിക്കാനും നല്ലതാണ്. ഓർക്കിഡിനെ പുതിയ പോട്ടിൽ വയ്ക്കുമ്പോൾ ഓർക്കിഡ് ഓവറായി ടൈറ്റായി ഇറുക്കി അമുക്കി ഒന്നും വയ്ക്കരുത്. റൂട്ട് കുറച്ച് പുറത്തോട്ടിരിക്കുന്നതാണ് നല്ലത്. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ NPK ഫെർട്ടിലൈസർ 19-19-19 സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഓർക്കിഡിനെ വളരാനും പൂവിടാനും ഗ്രോത്ത് ഉണ്ടാവാനും
ഇലകൾക്ക് നല്ല ഭംഗിയുണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ്. ഞാനതാണ് ട്രൈ ചെയ്യാറ്. സ്ഥിരം എൻ്റെ മിക്ക പ്ലാന്റ്സുകൾക്കും ഞാൻ 19-19-19 യൂസ് ചെയ്യുന്നത്. NPK 990 എന്ന് അടുത്തുള്ള നേഴ്സറികളിലും വളങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിലും ചോദിച്ചാൽ മതി, അത് കിട്ടും. വളരെ കുറച്ച് എമൗണ്ടിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് അതും കൂടെ കണ്ടു നോക്കൂ. റീപോർട്ട് ചെയ്ത പ്ലാന്റിനെ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം നമ്മുടെ ഈ പ്ലാന്റ് ഒരു ഷെയ്ഡിൽ മാത്രമേ വെക്കാവുള്ളൂ. ഓർക്കിഡിന് ഓവറായി സൺലൈറ്റ് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.